ജലചക്രം. മഞ്ഞ്, ജലം, നീരാവി എന്നീ അവസ്ഥകളിലൂടെ ജലത്തിന് തുടർച്ചയായി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയയ്ക്കാണ് ജലചംക്രമണം അല്ലെങ്കിൽ ജലചക്രം എന്ന് പറയുന്നത്. കടലിൽ നിന്ന് നീരാവിയായി തുടക്കം, പിന്നെ അത് മേഘങ്ങളായി മാറുന്നു. ഈ മേഘങ്ങൾ പർവ്വതങ്ങളിൽ തട്ടി ഘനീഭവിച്ച് മഴയായി താഴേക്ക് വീഴുന്നു. ഈ ജലം നാം കുടിക്കുന്നു. സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇലകളിലൂടെ നീരാവിയായി പോകുന്നു. കുറേ ഭാഗം ഭൂമിക്കടിയിലേക്ക് താഴ്ന്ന് ഉറവുകളെ സമ്പന്നമാക്കുന്നു. ഇങ്ങനെ ഭൂമിയിൽ ജലം സഞ്ചരിക്കുന്ന വഴികളെയെല്ലാം ചേർത്ത് വെച്ചാൽ ജലചക്രമായി. ജലചക്രത്തെ മുന്നോട്ട് നയിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള താപമാണ്. അന്തരീക്ഷത്തിലെ നീരാവിയുടെ 90% സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്നും സൂര്യന്റെ ചൂടേറ്റ് വരുന്നതാണ്. ജലത്തിനു മുകളിലേക്ക് ഉയരാൻ ആവശ്യമായ ഊർജം കടലിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് സമുദ്രോപരിതല താപനില നിയന്ത്രിച്ച് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പ്രക്രിയ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയിൽ ജലശുദ്ധീകരണം നടക്കുന്ന സ്വാഭാവിക മാർഗം കൂടെയാണ് ഇത്.